എന്താണ് എല്ലാവരുടെയും വിശേഷം? നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ടുണ്ടോ? യെസ്. അപ്പോ ഇന്ന് ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് റഫീഖ് സർ ആണ്. വെൽക്കം റഫീഖ് സർ. Hi, good morning, ma'am. Good യെസ്, morning, all. ഗുഡ് മോർണിംഗ്. Good morning. Good. ഓക്കെ, സർ ജസ്റ്റ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോളൂ കേട്ടോ. Okay. ഡ്രൈവിംഗ് ആണോ? കഴിഞ്ഞു. വണ്ടി പാർക്ക് ചെയ്തു. ഓക്കെ. Yes. Good morning. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് റഫീഖ്. സ്ഥലം തിരുവനന്തപുരമാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സർ എന്താ ചെയ്യുന്നത്? സ്ഥലം തിരുവനന്തപുരമാണ്. വയസ്സിപ്പോൾ 40ാമത്തെ വയസ്സാണ്. 2 മാസം കൂടെ കഴിയുമ്പോൾ 40 വയസ്സ് കംപ്ലീറ്റ് ആവും. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വെൽനസ് കോച്ചാണ്. ഹെർബാ ലൈഫിൻ്റെ വെൽനസ് കോച്ചായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ നിൽക്കുകയാണ്. സ്വന്തമായിട്ട് സെൻ്റർ ഉണ്ട്, വെൽനസ് സെൻ്റർ ഉണ്ട്. Allah Allah, കുഞ്ഞിക്കസാല കുഞ്ഞിക്കസാല ഒന്ന് ആരാണ്? എന്നെയാണോ? കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ. അതാണ് ഞാനിപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ ഡ്രൈവിംഗ് ആയിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന ഫീൽഡ്. ഗൾഫിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സാറ് ലൈഫിൽ അനുഭവിച്ച ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ചാലഞ്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ കുറെ സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഗൾഫിൽ പോകുമ്പോഴും നാട്ടിൽ നിൽക്കുമ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ കുറേ സ്വപ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ടൈം കഴിയുമ്പോഴും ഒന്നും നടക്കാതെ വരുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന ഫീൽഡിൽ വന്നിട്ടും ആദ്യത്തെ കുറച്ച് നാൾ എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോക്കസ് എല്ലാം മാറി. ഈ പറഞ്ഞതുപോലെ ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇമോഷണൽ ലാസ്റ്റ് ടൈം ആയപ്പം അത് മാറി. ദേഷ്യം മാറിയെന്നല്ല, അതുകൊണ്ട്. പക്ഷേ ഇമോഷൻ, സങ്കടം വന്നാൽ നിയന്ത്രിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലം, അതായിരുന്നു മെയിൻ. ഞാൻ ഇതിലേക്ക് വരാനുള്ള മെയിൻ പ്രോബ്ലം അത് തന്നെയായിരുന്നു. എനിക്ക് കുഞ്ഞിലെ നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും എവിടെ പോയാലും ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാത്തിനും അങ്ങനെ മാറി 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 ഇപ്പോൾ ആരോടും ഒരു സഹകരണം ഇല്ലാത്ത ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ എത്തി ഞാൻ. അപ്പോൾ ടോട്ടലി ഭയങ്കര സങ്കടത്തിൽ നിന്ന് ഞാനിത് FT എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അതിന് മുമ്പ് പല പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു, പറ്റിയില്ല. കുറേ എൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പിന്നീടാവട്ടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നീട്ടി വെച്ചാണ് ഇപ്പോൾ ഈ 40 വയസ്സ് വരെ എത്തിയത്. ചലഞ്ചസ് ഒരുപാടുണ്ട് മാം, ഒരുപാടുണ്ട് ചലഞ്ചസ്. ഇപ്പോൾ പറയുന്ന ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പ്രശ്നം മാത്രം എടുത്തിട്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത്. ആ പ്രശ്നത്തിനൊരു പരിഹാരം ആവണമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നം അതല്ല, എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളാണ് എന്നെ അലട്ടിയിരുന്നതെന്നൊക്കെ മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞാൻ 100% ആയെന്ന് എനിക്ക് പറയില്ല, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എനിക്കിപ്പോൾ ഒരു 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 എന്തോ സാറ് പറഞ്ഞ പോലെ, ഷാഫി സാറും ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ കയറിയപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു കുളത്തിനകത്താണുള്ളത്, അവിടെ നിന്ന് ഇങ്ങനെ എന്നെ കൈപിടിച്ച് കരയിൽ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാർ എങ്ങനെയാണ് ഇപ്പോൾ EFT ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത്? ഇത് ചെയ്താൽ എന്റെ ലൈഫിൽ മാറ്റം വരും എന്ന് തോന്നിയത് എപ്പോഴാണ്? അത് എക്സ്പീരിയൻസ്.
എനിക്കിങ്ങനെ ഞാൻ ഇത് ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഏതോ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിലേക്ക് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അന്ന് മുതൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അസ്മ മാമാണ് എന്നെ ഫോളോ ചെയ്തത് ലാസ്റ്റ്. അപ്പൊ അസ്മ മാമിനോട് ഇടയ്ക്ക് ഞാൻ എന്റെ കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞിരുന്നു. അപ്പൊ മാം ഫസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്തു. ഞാൻ ഷാഫി സാറിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അസ്മ മാമാണ് എനിക്ക് പറഞ്ഞു തന്നത്. എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയും, നിങ്ങൾക്ക് EFT എന്നുള്ള പ്രോഗ്രാം കുറച്ച് നന്നായിട്ട് ഉപയോഗപ്പെടും, നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ആ, ഒന്ന് രണ്ട് ഫ്രീ ലിങ്കുകളൊക്കെ തന്നായിരുന്നു. ഫ്രീ ആയിട്ട് എനിക്ക് പ്രോഗ്രാമിൽ കയറാനുള്ള ഇത് തന്നായിരുന്നു. അപ്പൊ അതില് കിട്ടുന്ന സമയത്ത് ഞാൻ മാക്സിമം കയറും. കയറി ഞാൻ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അതിലോരോ ആളുകളുടെയും എക്സ്പീരിയൻസ് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ അതിനേക്കാൾ ഏറെ പ്രശ്നങ്ങളുള്ള ആളുകളുടെ എക്സ്പീരിയൻസ്, അവരുടെ ഒരു ചേഞ്ച് ഞാൻ അത് നോട്ട് ചെയ്തു. പിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എല്ലാം നെഗറ്റീവ് തോട്ട്സ് ആണ്, നെഗറ്റീവ് ചിന്തകൾ. ഒരു കാര്യം വന്നാൽ അതിന്റെ പോസിറ്റീവിനേക്കാളും ഏറെ ഞാൻ നെഗറ്റീവ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. എടുത്തിട്ട് അത് അങ്ങനെ ആയിരിക്കില്ല, ഇതിങ്ങനെ ആയിരിക്കില്ല, ഞാൻ തന്നെ സ്വയം ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറെ ടൈം എനിക്ക് വേസ്റ്റ് ആയി EFTയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അസ്മ മാമാണ് മെയിനായിട്ട് എനിക്ക് ഈ ഒരു ഇതിലേക്ക് അവസരം തന്നത്. കഴിഞ്ഞ സീസണിലും ലാസ്റ്റ് ടൈമിൽ അതെനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. പേയ്മെന്റിന്റെ കുറച്ച് വിഷയം കാരണം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത്തവണ എനിക്ക് എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ പറയുള്ളൂ. എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് ഇത് വരാൻ പറ്റിയത്. കാരണം ഒരുപാട് സമയവും ഒരുപാട് പൈസയും ഒക്കെ ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത് ഉപയോഗപ്പെട്ടു എന്തായിരുന്നാലും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നോ നിങ്ങൾ ആ ചാലഞ്ചസ് സോൾവ് ആക്കാൻ? സ്വന്തമായിട്ട് കുറെ ട്രൈ ചെയ്തു. അല്ലാതെ തന്നെ ഇപ്പോ ഇതിന്റെ റൂട്ട് കോഴ്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കുള്ള പ്രശ്നങ്ങൾ വേരോടെ പിഴുത് കളയണമെന്നൊക്കെ ഞാൻ അല്ലാണ്ട് തന്നെ എനിക്കൊരു വേറൊരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ വേരോടെ പക്ഷെ പറയുന്നത് പോലല്ലല്ലോ നമുക്കത്. എന്താണ് പ്രശ്നം, ഈ വേര് എവിടെയാണ്, എന്താണെന്ന് മനസ്സിലായതൊക്കെ എനിക്ക് ഇതിൽ വന്നപ്പോഴാണ്. ഇതിൽ വന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലായി. മറ്റേത് എനിക്കൊരു നിർദ്ദേശം കിട്ടും, അതിന് ഇങ്ങനെ ചെയ്യണം. മെഡിറ്റേഷന്റെ കാര്യമൊക്കെ നേരത്തെ ഓക്കെയാണ്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഞാൻ എഴുതാറുണ്ടായിരുന്നു. പക്ഷെ അത് കൺസിസ്റ്റൻസി ഒന്നും ഇല്ലായിരുന്നു. അത് ഉള്ളിൽ തട്ടിയോ. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാനത് ആ ഒരു കോഴ്സ് കറക്റ്റായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. ആ ഗ്രാറ്റിറ്റ്യൂഡ് 30 ഡേയ്സ് എനിക്കൊരു തന്നായിരുന്നു. അപ്പൊ അതുപോലും ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ചേഞ്ച് ഉണ്ടായി. അപ്പൊ എനിക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ആ ആ ഒരു ആദ്യം മുതലുള്ള അവസാനം വരെയും കറക്റ്റ് വാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഇപ്പൊ സംഭവം എന്റെ കയ്യിൽ ഇപ്പൊ ഒരു നിധി കിട്ടിയ പോലെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഞാൻ നല്ല ആത്മാർത്ഥമായിട്ടാണ് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റത് ഞാൻ മുമ്പൊക്കെ സംസാരിച്ചാലും എന്തോ ഒരു ഫ്രണ്ടിൽ ഒരു ഷീൽഡ് എനിക്ക് ഉണ്ടായിരുന്നു, ഒരു മറ ഉണ്ടായിരുന്നു. അസ്മ മാം മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ മെന്റർ ശാലിനി മാമാണ്. ശാലിനി മാമൊക്കെ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നെഗറ്റീവ് തോട്ട്സ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ വർക്കൗട്ട് ആവും എന്നുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ടൊന്നും സംസാരിച്ചില്ല ഫസ്റ്റ് ഇതിൽ. പിന്നെ ശാലിനി മാം എന്ന് പറയുമ്പോൾ ഞാനൊരു പുരുഷനും ഒരു സ്ത്രീയുമാണ്. അപ്പൊ എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ എന്റെ യഥാർത്ഥ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഒളിച്ചു വെച്ചാണ് ഇത്ര നാൾ പോയത്. പക്ഷെ ഞാൻ മാമുമായിട്ട് സംസാരിച്ചതിന് ശേഷം ആദ്യത്തെ ആ ഒരു സെറ്റിങ്ങിൽ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയില്ല. അതെനിക്കൊരു വിശ്വാസത്തിന്റെ കുറവും നെഗറ്റീവ് തോട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പറയാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ എനിക്കത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്, കറക്റ്റ് വഴിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം ഓപ്പണായിട്ട് സംസാരിച്ചു. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തന്നു. എന്നോടൊപ്പം ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത്. ഞാൻ ഓപ്പണായിട്ട്
എന്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ. ആ ഒരു ഓൺലൈനായിട്ട് ഇന്റൻസീവ് ആയിട്ട് ഉണ്ടായിരുന്നില്ലേ ഷാഫി സാറിന്റെ ക്ലാസ് 12 ദിവസത്തെ ആ അതെ, ക്ലാസ് എങ്ങനെയായിരുന്നു? ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് അത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കയറുമ്പോൾ എനിക്ക് എപ്പോഴും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിലാണ് ഞാൻ എന്നെ പിടിച്ചു നിർത്തിയത്. ഒന്ന് ട്രിവാൻഡ്രത്തുള്ള തന്നെ ഒരു സനയെന്നോ സനിയെന്നോ അങ്ങനെ എന്തോണ് പേര്, ആ മാഡത്തിന്റെ എക്സ്പീരിയൻസ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ ആ ഒരു പ്രോസസ്സിൽ കറക്റ്റ് ചെയ്ത് പോകണം. എന്നിട്ട് അവരുടെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. എന്നെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം, പിന്നെ നെഗറ്റീവ് തോട്ട്സ്, അങ്ങനെ കുറെ ഞാൻ എൻ്റെ ഒരു പ്രശ്നങ്ങൾ പ്രോബ്ലംസുമായിട്ട് അവിടെ നല്ല കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ അതെന്നെ എനിക്ക് ആദ്യം തുടക്കത്തിൽ കയറി ഇരുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ടൈം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല, അതൊക്കെ ആയിരുന്നല്ലോ എൻ്റെ പ്രശ്നം. ഇത്ര സമയം ഇരിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഇതിനകത്തുനിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. പിന്നെ പിന്നെ വേറൊരു എക്സ്പീരിയൻസ്, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ ഒരു എക്സ്പീരിയൻസ്, പേര് മറന്നുപോയി. ഇതേപോലെ ഒരു ഫാമിലി ആയിട്ട് എൻ്റെ ബാച്ചിൽ അവരുടെ വൈഫ് കൂടി ഉണ്ടായിരുന്നു. പേരെനിക്ക് വിട്ടുപോയി. വിപിൻ രാജ് സർ ആണോ? വിപിൻ രാജ് സാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അങ്ങനെ കുറെ ആളുകളുടെ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഞാനത് ആ ഒരു 12 ക്ലാസ്സും കണ്ടിന്യൂ ചെയ്യും. ഞാൻ വേറെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, എല്ലാം മാറ്റി വെച്ചിട്ട് ഞാനത് അറ്റൻഡ് ചെയ്തു, കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തു. ഉം, ഉം. അതിന്റെ റെക്കോർഡ്സും ഇപ്പൊ കംപ്ലീറ്റ് എനിക്ക് അത് വാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലില്ല. ഒരെണ്ണം മാത്രമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ എല്ലാം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ അത് ഞാൻ എടുത്ത് ഞാൻ ചെയ്ത് ഒന്നുകൂടി ഫ്രഷ് ചെയ്യും ഞാൻ. ഓക്കെ. കണ്ടു തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അവയർനെസ് ഒന്നുകൂടി കൂടും. നമ്മൾ അതെ. മുന്നേ ഫസ്റ്റ് ടൈം കണ്ട പോലെ ആവില്ല സെക്കൻഡ് ടൈം കാണുമ്പോൾ, പുതിയ അറിവുകളും അവയർനെസ്സും കിട്ടും. ഓക്കെ. പിന്നെ ആ ഒരു പ്രാക്ടീസസ് ഒക്കെ എങ്ങനെയായിരുന്നു? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നോ? അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സാറിന് എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്? മാം, എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ, സത്യം. അങ്ങനെ ആയിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ സെൽഫ് ലവും ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെയുള്ള കുറച്ച് പ്രാക്ടീസ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എന്തായിരുന്നാലും ഞാൻ ചെയ്യും. അപ്പൊ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്റെ പ്രോബ്ലത്തിനേക്കാൾ ഏറ്റവും എത്രയോ വലുതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു അതാണ്. സത്യമാണ്. എനിക്ക് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ എന്റെ പ്രോബ്ലത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതിന്റെ ഒരു പ്രശ്നമാണ് ഇത്രയും കാലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് എന്നെ ഇതായിട്ട്. പിന്നെ അഫർമേഷൻ, ആ എഴുതുന്ന സംഭവം, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരും എന്നെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ വേർഡ്സ്, അതൊക്കെ എന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമായി. കുറച്ച് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും കുറച്ച് ദിവസം അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ, നല്ല പോസിറ്റീവായിട്ടുള്ള മാറാൻ പറ്റി, പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ പറ്റി. ഈ ലോകം എത്ര സുന്ദരമാണ്, ആ, ഞാൻ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരും എന്നെയും തിരിച്ച് സ്നേഹിക്കുന്നു എന്നുള്ളൊരു വേർഡ്സ്. എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, എന്നെ പ്രതീക്ഷിച്ച് ഒരുപാട് പേരുണ്ട്, ഞാൻ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതും ഒക്കെ വേറെ രീതിയിലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഞാൻ അങ്ങനെയൊക്കെയാണ്. അവരങ്ങ് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള കുറെ അഹങ്കാരവും ആ, എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ട്. പ്രോബ്ലംസ് വരും. ഇപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ എന്നെ നമുക്ക് വേറൊരാളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇറിറ്റേറ്റ് ആവുന്നത്. നമ്മൾ പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടു പിന്നെ എന്താണ് പറയണമെന്നോ എന്താണ് ചെയ്യണമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. അതായിരുന്നു ഞാൻ.
പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്തെങ്കിലും ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവര് അങ്ങനെ നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. അത് അവരുടെ ഉള്ളിലെ പ്രശ്നമാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അത് ഇതിൽ വന്നുകൊണ്ടാണ് എനിക്ക് ആ ഒരു സംഗതി എനിക്ക് മനസ്സിലായി. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ പെരുമാറുന്നതെന്ന് പോലും അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് സമാധാനമായിട്ട് കേൾക്കാനും എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. സർ പറഞ്ഞ പ്രശ്നം ആങ്കർ പലരും അനുഭവിക്കുന്ന ഇഷ്യൂ ആണ്. സോ ആങ്കർ എന്ന് പറഞ്ഞ പോലെ വരുമ്പോൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പലരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. സോ അതിന്ന് നല്ലൊരു മാറ്റം വരാൻ പറ്റില്ലേ. പിന്നെ അതേപോലെ നെഗറ്റീവ് മൈൻഡ് സെറ്റിന്ന് പോസിറ്റീവിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. Yes. ഓക്കെ, വെരി നല്ലൊരു ചേഞ്ച് ആണ്. പിന്നെ എപ്പോഴാണ് സാറിന് ഫീൽ ചെയ്തത് എൻ്റെ ഉള്ളിൽ ഈ പ്രാക്ടീസസ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്, ചുറ്റുമുള്ളവർക്ക് ആ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എപ്പോഴാണ് മനസ്സിലായത്? ഒരു റിലേഷൻഷിപ്പ് തന്നെ. റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് ഞാൻ അതെന്തോ ഒരു ഭയങ്കര അത്ഭുതം പോലെയാണ്. ഞാനത് മാമിനോട് എന്റെ മെന്ററിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കലി എന്തോ ഒരു സ്വിച്ച് ഓഫ് ആയതുപോലെ ഭയങ്കരമായിട്ട് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി വെച്ചിരുന്നു, ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നുള്ളത്. പക്ഷെ ഒന്നുമല്ല. പിന്നെ കൂളായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ മാം എന്നോട് പറഞ്ഞു, അത് നിങ്ങളുടെ ഒരു ഇതാണ്, അത് നമ്മുടെ ഒരു എനർജി അവരിലേക്ക് സ്പ്രെഡ് ചെയ്യും, നമ്മൾ ഓക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അത് എനിക്ക് ഇപ്പം എല്ലാ റിലേഷൻഷിപ്പിലും എൻ്റെ വൈഫ് അല്ലാണ്ടുള്ള സൗഹൃദങ്ങൾ, ഇപ്പൊ ജോലി സ്ഥലത്തുള്ളത്, എല്ലായിടത്തും എനിക്കിപ്പോ എനിക്കത് അനുഭവപ്പെടുന്നുണ്ട്, ഒരു പോസിറ്റീവ്. അത് ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ഒരാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഒരാളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാമിൽ ആ 199 അതിലേക്ക് മിക്കവാറും ഉണ്ടാവും. ആണ്. ഈ ഒരു ഹീലിംഗ് ജേർണിയിൽ സാറിനെ പറ്റിയിട്ട് ഡിസ്കവർ ചെയ്തത് എന്താണ് ഒരു തിരിച്ചറിവ് കിട്ടിയത് നിങ്ങളെ പറ്റിയിട്ട്? ഇപ്പൊ കഴിഞ്ഞ ഓൾഡ് സെൽഫും പുതിയ സെൽഫുമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തത്? മനസ്സിലായില്ല ഒന്ന്. ഈ EFT ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ള നിങ്ങളും ഇപ്പോഴുള്ള നിങ്ങളും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ഞാൻ പറഞ്ഞില്ല മാം, എനിക്ക് ഒരാളിനോട് സംസാരിക്കുമ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഓപ്പൺ നേരിട്ട് നിന്ന് സംസാരിച്ചാൽ പോലും നല്ല കാര്യമായിരിക്കും പറയണത്. പക്ഷെ ഞാൻ അതിന്റെ ഇത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. എന്തോ എന്തോ ഒരു ഉടായിപ്പ്, തട്ടിപ്പ്, ആ ഒരു സാധനം മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് ഒരാളെ സംസാരിക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ നിന്ന് തന്നെ സംസാരിക്കുന്ന എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇത്, ഞാൻ അതിന്റെ പോസിറ്റീവ് മാത്രമേ ഇപ്പൊ കാണുള്ളൂ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് ആണ്. അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും കുറച്ച് നാളുകൊണ്ട് എനിക്ക് അങ്ങനെ ആരെന്ത് പറഞ്ഞാലും അതിന് നല്ലതിന് എനിക്ക് എടുക്കാൻ പറ്റും. ആ വ്യക്തിനെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഫോർഗീവ്നെസ്, അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമല്ല, ഫോർഗീവ്നെസ്, അത് മറ്റുള്ളവർക്ക് ഫോർഗീവ് ചെയ്യാം. നമ്മളാരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടായിരുന്നാലും അങ്ങോട്ടായിരുന്നാലും അത് ഭയങ്കര ഒരു, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആ ദേഷ്യം എന്നുള്ള ആ വ്യക്തിയോടോ അങ്ങനോടോ ഒരു ഇതും വരാറില്ല. ഇപ്പൊ വന്നാൽ തന്നെ അതിനെ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഫോർഗീവ് ചെയ്ത് അങ്ങ് മാറ്റാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എനിക്ക് കിട്ടിയ ഇപ്പൊ ഭയങ്കര മാറ്റങ്ങളാണ്. എനിക്ക് ഇതുവരെ സംഭവിക്കാത്ത ഇതാണ്. എനിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകളോ വേദനിപ്പിക്കുകയോ ചെയ്താൽ അതിന്റെ ഡബിൾ ഞാൻ തിരിച്ച് വേദനിപ്പിക്കും. അത് എന്റെ ഒരു ഇതിൽ അങ്ങനെ ആയിരുന്നു. അങ്ങനെ അങ്ങനെ ആയിരുന്നു. ഇത്രയും തിരിച്ച് വേദനിപ്പിച്ചാലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അത് ആരായിരുന്നാലും, ഈ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സോ പുറത്തുള്ള ആരെങ്കിലും ആയിരുന്നാലും, ഇപ്പൊ ഡ്രൈവ് ചെയ്ത് വരുന്ന ഏതായിരുന്നാലും എങ്ങനെ ആയിരുന്നാലും ഞാൻ ആർക്കും അങ്ങനെ ഒരു വാശി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ വാശിയാണ്. സത്യം പറഞ്ഞാൽ ദൈവം സഹായിച്ചിട്ടാണ് വേറെ ഒന്നിലും പോയി പെടാതെ ഇതുവരെ എത്തിയെന്നുള്ളൊരു ആ ഒരു, അതൊക്കെ നമുക്ക് തന്ന ഒരു അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളൊന്നും കാണാതെ ഞാൻ വലിയ സംഭവം എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്ക്
സംഭവിക്കുകയായിരുന്നു. ഞാൻ ഇതിന് കരകയറി വരാൻ പറ്റാത്ത രീതിയിലൊക്കെ എനിക്ക് എന്റെ ഈ സ്വഭാവം വെച്ചിട്ട് എത്തുമായിരുന്നല്ലോ. അപ്പൊ അവിടെ നിന്നൊക്കെ എനിക്ക് എന്നെ ഇത്രയും നാള് കാത്ത് സംരക്ഷിച്ച് ഇതുവരെ എത്തിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിച്ച് എനിക്ക് ഇതിന്റെ ഒരു ലാസ്റ്റ് ഇതായിട്ടാണ്. ഇത് ഇതിനപ്പുറം എനിക്കൊന്നും കാണിച്ചു തരാനില്ല. ഇനി നീ നന്നായിക്കോ എന്നുള്ളൊരു സംഭവത്തിൽ കൊണ്ട് എത്തിച്ച പോലെയാണ്. ഇനി നീ വേണമെങ്കിൽ നീ നന്നായിക്കോ എന്നുള്ളതിൽ എത്തിച്ചിട്ടുണ്ട്. അതെനിക്കിവിടെ മനസ്സിലായി. ഇപ്പൊ ഞാൻ ചെയ്താലേ ഇപ്പൊ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞില്ലേ മാം, ഇതെല്ലാം പഠിച്ചു വെക്കുന്നു. ഞാൻ പണ്ട് മുതലേ കുറേ പഠിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ ഷാഫി സാറിനൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എത്രയോ വർഷമായി. സാറിന്റെ ആ ഒരു ചെറിയ സമയം സാറ് ഒരു ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് സെൽഫി വീഡിയോ ചെയ്യായിരുന്നു. അപ്പൊ എനർജി ഇതൊക്കെ ഞാൻ അന്ന് മുതൽ ഷാഫി സാറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 10 വർഷമൊക്കെ ആവുമെന്ന് തോന്നുന്നു. 8 10 വർഷമൊക്കെ ആവുമെന്ന് തോന്നുന്നു. ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നപ്പോഴും ഫസ്റ്റ് ഷാഫി സാറിനായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പ്രോഗ്രാമിൽ മാമിനോട് അസ്മാമിനോട് സംസാരിച്ചത് പോലും. ഓ, ആ ഷാഫി സാർ എന്നുള്ളൊരു വ്യക്തി അതുപോലെ ഒന്ന് രണ്ട് ആളുകളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പഠിക്കും. ചില കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും. ചിലതെല്ലാം എല്ലാം ചെയ്യും. എല്ലാം അറിയാം, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും അപ്ലൈ ചെയ്യില്ല. ഇപ്പോഴാണ് കറക്റ്റ് ടൈം വന്നതല്ലേ അത് ലൈഫിലേക്ക് പഠിച്ചതൊക്കെ അപ്ലൈ ചെയ്യാനും. അതെ, തീർച്ചയായിട്ടും ഷാഫി സാറൊക്കെ വളരെ ഈസി ആയിട്ടാണ് ഇപ്പൊ ആ, ഈ ഒരു ഇതിന് ഒരു ഗുണം എന്ന് പറഞ്ഞാല് നഴ്സറി ആദ്യം എനിക്ക് വിഷം ആദ്യം ഒരു ഇത് തോന്നിയത് ഇല്ല, നഴ്സറി കുട്ടികളോട് പറയുന്നത് പോലെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ നഴ്സറി കുട്ടി എങ്ങനെയാണോ അതേപോലെ അതൊരു ഇറിറ്റേഷൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഇത് എന്ത് ഇങ്ങനെ, എനിക്ക് വേണ്ട ഇതല്ലല്ലോ, എനിക്ക് പെട്ടെന്ന് വേണം, എനിക്ക് പെട്ടെന്ന് വേണം. പക്ഷെ അതങ്ങനെയല്ല. ഇതിന്റെ വഴിയിൽ കൂടെ ഇങ്ങനെ 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 തന്നെ പോകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഇപ്പൊ 40 വയസ്സായിരുന്നാലും 4 വയസ്സായ കൊച്ചിന്റെ അടുത്ത് പറയുന്നത് പോലെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ, അങ്ങനെ അത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയൊരു അതാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ. എന്തെങ്കിലും പറഞ്ഞ് വെറുതെ സമയം ഇതാക്കി അവർ ജോലി തീർക്കുക എന്നുള്ളതല്ല. ഞാൻ അങ്ങനെ കുറെ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ ഒരു ജോലി തീർത്തിട്ട് പോകുന്നതല്ല. എനിക്ക് വേണ്ട കാര്യങ്ങൾ അതിന് സമയമെടുത്ത് നമ്മുടെ സമയം ചോദിച്ച് അത് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ആ ഒരു മെന്ററിങ് ഒക്കെ അത് ഭയങ്കര ഉപയോഗപ്പെട്ടു. അപ്പൊ ഫ്രീ ആയിട്ട് ഇരുന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനും ആ, നമുക്ക് വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് ചെയ്യാനൊക്കെ ഉള്ള അതിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ആ ഒരു പിന്നെ തലത്തിലേക്ക് മെന്റൽ സപ്പോർട്ട് ഫുള്ള് കിട്ടിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ആ സപ്പോർട്ട്? നന്നായിട്ട് ഞാൻ അതാ ആദ്യം തുടക്കത്തിലേ പറഞ്ഞത്, മെന്റൽ സപ്പോർട്ട് ആണ് ചേഞ്ചിന്റെ പ്രധാന ഫസ്റ്റ് കാര്യം. കാര്യം ഞാന് അത് മാമിനോട് ചോദിച്ചാൽ മനസ്സിലാവും, ശാലിനി മാമിനോടും. ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കാണ്. ഞാൻ നന്നായിട്ട് ഉം, കരഞ്ഞിട്ടുണ്ട് മാമിന്റെ ഫ്രണ്ട് ഇരുന്നിട്ട്. ഇപ്പൊ പറയണോണ്ട് എനിക്കൊരു ഇതുമില്ല. മറ്റേത് ഞാൻ നേരത്തേക്ക് പറയുമ്പോഴത്തേക്ക് നാണക്കേടാണ്. ഇപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാല് ഇപ്പൊ എന്റെ വാക്കിലൂടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഉപകാരം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു മനസ്സിന്റെ ഒരു നല്ലൊരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ പറയണത്. എനിക്ക് കുറെ ഫ്രീ ആയത് ഞാൻ കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിന് നന്നായിട്ട് ഞാൻ അറിയാണ്ട് കരയും. കരഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. ആ സമയത്തും ഈ പറഞ്ഞതുപോലെ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ ഇതാക്കുന്നത് അതുപോലെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇനി എവിടെയൊക്കെ എന്തൊക്കെ പോയാലും ഞാൻ എന്റെ പ്രാർത്ഥനയുടെ ഒരു ഇതില് ഇവരൊക്കെ ഉണ്ടാവും. PFT ഓൾ ടീം ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. മെൻറ്റർ അസ്മ മാം, ഷാഫി സാറ്. ഇപ്പോൾ ഫെബിന മാമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഇടയ്ക്ക് പ്രോഗ്രാമിലൊക്കെ പക്ഷെ ഭയങ്കര പോസിറ്റീവാണ്. മോർണിംഗ് പ്രോഗ്രാമിലൊക്കെ കയറുമ്പോൾ നല്ല കാമായിട്ട് ആ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആ ഒരു ഇതിന് നമുക്കൊരു പോസിറ്റീവ് ഇതാവും. അതുപോലെ തന്നെ ഒരുപാട് വേറെ ഒന്ന് രണ്ട് ട്രെയിനിങ് ഒക്കെ എനിക്ക് ഹാജറ മാമിന്റെ ഒരു സേവേഴ്സ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒക്കെ അതൊക്കെ എടുത്ത് ഞാൻ കംപ്ലീറ്റ് എഴുതി ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നില്ല എങ്കിലും ഞാനത് ചെയ്യാറുണ്ട്. അതൊക്കെ എനിക്ക് പിന്നെ അതുപോലെ മുനവർ സാറ് കുറേ ഇപ്പം നമ്മളൊരു പേയ്മെന്റ് ചെയ്തതിൽ കയറിയെങ്കിലും അതിനപ്പുറത്തേക്ക് നമുക്ക് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്.
മനോഹർ സാറിന്റെ മെഡിറ്റേഷൻ, ഞാൻ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ ചിന്തിച്ചു വെച്ചിരുന്നു. എനിക്ക് മാത്രം പറ്റുന്നില്ല, എനിക്ക് കാമായിട്ട് ഇരിക്കാൻ പറ്റില്ല, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. എനിക്ക് അത് തന്നെ അസ്വസ്ഥതയായിരുന്നു. ഇത്രയും കാലമായിട്ട് ഞാൻ നേരത്തെയും ചെയ്യുമായിരുന്നു, ഇതിൽ വന്നപ്പോഴും ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഒരു ട്രെയിനിങ് കിട്ടിയതിനു ശേഷമാണ് മെഡിറ്റേഷന്റെ ഒരു കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത്, മനോഹർ സാറിന്റെ. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനും പോയി, ആ ഒരു പ്രഷറും പോയി. മറ്റത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നുള്ളൊരു തോട്ടായിരുന്നു. അതിന്റെ കറക്റ്റ് വഴികളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട് ഇതിനകത്ത്. നമ്മൾ സമയം കണ്ടെത്തി കറക്റ്റായിട്ടൊന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിനെടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത സമയത്തും ആരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരുന്നു. എനിക്കും മനസ്സിലായ ഒരു കാര്യം പ്രാക്ടീസ് തന്നെയാണ്. ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. പഠിക്കുന്നുണ്ട്, ഒന്നും ഞാൻ ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരുന്നു. അതിന് സമയം കണ്ടെത്തി. അതിന് ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല. ഇത്രയും പഠിച്ചു വെച്ചിട്ട് ഇത്രയും സമയമാവൂലേ എന്നൊക്കെ ഉള്ള ആദ്യമേ തന്നെ നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ചിന്തയാണ് എനിക്ക് വരുന്നത്. ഇതെപ്പോഴും പിന്നീട് ആവട്ടെ, ഇത് പിന്നീട് എല്ലാം കൂടെ കറക്റ്റ് ചെയ്യാം, പിന്നീട് എല്ലാം കൂടെ കറക്റ്റ് ചെയ്യാം. അങ്ങനൊന്നുമില്ല. എനിക്ക് ചെറിയ കാര്യങ്ങൾ, എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ തന്നെ ഫ്രീ ആവുന്നുണ്ട്, ഹാപ്പി ആവുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ അപ്പോഴേ ഒരെണ്ണം എടുത്തിട്ട് പതുക്കെ എവിടെയെങ്കിലും പോയി ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഞാനത് ചെയ്യും. ഇപ്പൊ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, സർ പറഞ്ഞത് ശരിയാണ്. ആ പ്രാക്ടീസ് നമ്മളുടെ ലൈഫ് ലോങ് നമുക്ക് കിട്ടേണ്ട ടൂൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചാലഞ്ചസ് വരുമ്പം അത് എങ്ങനെ ഫേസ് ചെയ്യണം, ഏത് വഴി പോകണം, എങ്ങനെ അവയർനെസ് കൊടുക്കണം, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്താന്ന് പറയുന്നത് തന്നെയാണ് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ സാറ് ഷെയർ ചെയ്തിട്ടുണ്ട്, പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സാറിനോട് ഡയറക്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇങ്ങനെ പലരും ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ടാവും. ഈ ഒരു കോഴ്സ് ഒരുപാട് കേൾക്കുന്നുണ്ട്. സോ അതില് അവരുടെ അടുത്തൊക്കെ എന്താണ് സാറിന് പറയാനുള്ളത്, ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരെ? ഒരു കാര്യം കൂടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ നിൽക്കുന്നത് ഒരു വെൽനസ് ഇൻഡസ്ട്രിയിലാണ്. വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് എല്ലാം ആണല്ലോ. അപ്പൊ ആ ഫീൽഡിൽ നിൽക്കുന്ന ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരാളിനെ ഞാൻ കറക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിൽ കൂടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കിത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 3 വർഷം ചെയ്തുകൊണ്ടിരുന്ന പോലെ അല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് ഒരുപാട് ചേഞ്ച് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വെൽനസ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ലൈഫിൽ മാറ്റം വരുത്തേണ്ട ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ തന്നെ ഈ പ്രോബ്ലത്തിനൊരു കിടന്നാൽ എനിക്ക് ഇത് പറഞ്ഞില്ലേ, എനർജി നമ്മൾ അട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് അവസാനം വന്ന ഒരു 2-3 കസ്റ്റമർ പോലും അതേ പ്രോബ്ലം ഉള്ളവരാണ്. ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഭയങ്കരമായിട്ട് അത് മാമിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ. അപ്പൊ അവരിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളൊരു, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും അവരെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഒരു വേദന ഉണ്ടല്ലോ, ഞാൻ ചെയ്യണത് കറക്റ്റ് അല്ല, ഞാനത് കറക്റ്റായിട്ട് ചെയ്യാതിരുന്നാൽ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ നിൽക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മഹത്തായിട്ടൊരു നല്ലൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അതൊക്കെ ഇങ്ങനെ ഇത്ര 3 വർഷമായിട്ട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കത് ഇതായിട്ടില്ല. ഞാൻ ഫീൽ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സന്തോഷിച്ചൊന്നും ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ വരുന്ന കസ്റ്റമറിന് വേണ്ടിയിട്ട് ഫോർഗീവ്നെസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പല കസ്റ്റമറിനും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മുടെ ബിസിനസ്സിനെ ടോട്ടലി ഉള്ള ബിസിനസ്സിനെ ബാധിക്കും. ഇപ്പൊ എനിക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എൻ്റെ ബിസിനസ്സിന് ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു റീസ്റ്റാർട്ടാണ്. ഞാൻ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയതുപോലെ ഒരു റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ബിസിനസ്സിനൊക്കെ നന്നായിട്ട് ഗുണം ചെയ്യും. ഞാൻ കറക്റ്റ് ആവാതെ എനിക്ക് വെറുതെ ബിസിനസ് മാത്രം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ എന്ന് പറഞ്ഞിട്ട് അതൊന്നും കാര്യമില്ല. നിങ്ങളുടെ ഫിനാൻഷ്യലി മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് മാറ്റാൻ പറ്റിയോ ഇതിലൂടെ? അയ്യോ,
ഇതിൽ എൻ്റെ കയ്യിൽ പൈസ ഇരിക്കൂല, മണി മാനേജ്മെന്റ്. അതാ പറഞ്ഞ ഞാനിപ്പോ ഒരു വെറുതെ കുറെ പൈസയും ബിസിനസ്സും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കറക്റ്റ് ആയിട്ടൊന്നും അല്ല പോകുന്നത്. എന്തൊക്കെയോ എപ്പോഴൊക്കെയോ രക്ഷപ്പെടും എന്നുള്ളൊരു വെറുതെ ഒരു ആഗ്രഹം, ഒരു ചിന്തയിൽ അതിൽ മാത്രമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെയൊന്നും രക്ഷപ്പെടും, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിലൂടെ ഒക്കെ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഇപ്പൊ രക്ഷപ്പെട്ടുകൊണ്ടല്ലേ ഞാൻ ഈ പറയണത്. പക്ഷെ രക്ഷപ്പെടുന്നുള്ളൊരു വിശ്വാസം ആ, അത് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഗോള് ഇപ്പൊ ഉണ്ട്. അതിൽ ഞാൻ എന്തായിരുന്നാലും ഞാൻ അത് എത്തും. ഞാൻ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ എനിക്ക് ഞാൻ ഡയറക്റ്റ് എനിക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത ഇനി എല്ലാവരും ഒരുമിച്ചൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു അച്ചീവ്മെന്റ് കൂടി പറയണമെന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. അതിന് പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. ഓക്കെ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡയറക്റ്റ് ചോദിക്കാനുണ്ടോ സാറിന്റെ അടുത്ത്? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഷ്യൂസുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാം, ഡൗട്ട്സ് എല്ലാം ചോദിക്കാം. ഓക്കെ, ആർക്കും ഒന്നും ചോദിക്കാനില്ല? സാറിന് ഇവരുടെ അടുത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് മെസ്സേജ് കൊടുക്കാനുണ്ടോ? സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ പോലെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ടാവും, എനിക്കറിയാം. കാരണം ഞാൻ ഇതുപോലെ കുറെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഡൗട്ടും ചോദിച്ചിട്ടില്ല. എന്നാ ഉള്ളിൽ ഡൗട്ട് ഉണ്ട് താനും. ചോദിച്ച എന്തെങ്കിലും ആവോ, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുവോ, അവർക്ക് എന്ത് തോന്നും, ഞാൻ ഈ പ്രശ്നത്തിലാണെന്ന് അവരെന്ത് അവരെങ്ങനെ ചിന്തിക്കും എന്നുള്ള കുറേ ഡൗട്ട് കുറേ കാലം കൊണ്ട് നടന്നതാണ് അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത്. കറക്റ്റ് ആയിട്ടുള്ളൊരു വഴിയാണ്, പക്ഷെ അത് നമ്മൾ ക്ഷമയോടുകൂടി അതിനെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലൈഫിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ആണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും എന്നെ പോലെ ഇതിനകത്ത് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, ധൈര്യമായിട്ട് ധൈര്യമായിട്ട് സംസാരിക്കാം, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം, ധൈര്യമായിട്ട് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന്, പക്ഷെ ഒന്നും ഒളിച്ചു വയ്ക്കാനൊന്നും നിൽക്കേണ്ട. ഒന്നും ഒളിച്ചു വെച്ചാൽ യഥാർത്ഥ പ്രശ്നം അവിടെ കിടക്കുകയും ചെയ്യും, നമ്മുടെ സമയം വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ ഇത്രയും കാലം അങ്ങനെയാണ് എനിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഓപ്പൺലി സംസാരിച്ച് നമ്മുടെ മെന്റർ ഉണ്ടാവും, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സൊല്യൂഷൻ കിട്ടും. സമയം കളയണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു ചലഞ്ചസ് അനുഭവിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ നമ്മുടെ സമയം ഭയങ്കര വിലപ്പെട്ട സാധനമാണ്. എൻ്റെ 40 വയസ്സ് പോയെന്ന് പറയുമ്പോൾ അതെനിക്ക് ഇപ്പം നേരത്തെയൊക്കെ ഇപ്പൊ സന്തോഷമാണ്, കുഴപ്പമില്ല. ഇപ്പോഴെങ്കിലും എനിക്കതൊരു ഇത് പറ്റിയല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണ് എന്ന് പറഞ്ഞ പോലെ എന്തിനാണ് വെറുതെ സമയം ഇത്രയും പോയെന്നുള്ളത്. നേരത്തെ ഈ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഭയങ്കര അതൊക്കെ ഞാൻ എടുത്ത് ഹീൽ ചെയ്തായിരുന്നു. ഞാൻ വന്ന പ്രശ്നം എന്തിനാണോ അതൊന്നും അല്ല എൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ഒരു ഒരു വെളിച്ചമാണ് ഈ സംഭവം. മടിച്ച് നിൽക്കേണ്ട. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് ചോദിക്കാനുള്ള അത് നമുക്ക് നല്ലൊരു നമുക്ക് വേണ്ട സാധനം, നമുക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് പറയാൻ പറ്റും. കാര്യം എനിക്ക് അങ്ങനെ കിട്ടിയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എനിക്കിപ്പോ ഇതിനകത്തിരിക്കുന്ന ആരെയും പേഴ്സണലി എനിക്ക് ആരെയും അറിയില്ല. എനിക്ക് അറിയുമെങ്കിലും ഞാൻ ഈ പ്രോഗ്രാമിൽ കയറി ഫെബിന മാമിനെ അറിയാം. പിന്നെ പ്രോഗ്രാം അസ്മ മാമോ അങ്ങനെ ശാലിനി മാമൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഹാജര മാം, ഇങ്ങനെയുള്ള മെന്റേഴ്സിനല്ലാതെ എനിക്ക് വേറെ ആരെയും പേഴ്സണലി എനിക്ക് അറിയത്തില്ല. ഞാൻ പറയണത് എൻ്റെ ഹൃദയത്തിൽ തട്ടിയാണ് പറയണത്. ഉറപ്പായിട്ടും ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ സമയം കണ്ടെത്തി ചെയ്യണം എന്നുള്ളത്. നമുക്ക് സമയം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പ്രോബ്ലംസ് തന്നെയാണ്. പിന്നീടാവട്ടെ, അല്ലെങ്കിൽ ഇതും കൂടെ കഴിയട്ടെ, അങ്ങനെ കഴിയട്ടെ. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് അത് ആ ഒരു ബ്ലോക്ക് മാറ്റാതെ നമുക്ക് മുമ്പോട്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റൂല എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പോവും, പക്ഷേ ഉള്ളിൽ ഒരു സന്തോഷം കാണൂല. ഞാൻ ഇപ്പോഴും
ഒരു ടർഫിലാണുള്ളത്. നമ്മളിപ്പോൾ ഇന്നൊരു പ്രോഗ്രാം നടക്കുകയാണ്. ഞാൻ ഇപ്പോൾ രാവിലെ ഈ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിചാരിച്ചാൽ എല്ലാത്തിനും പറ്റും. തടസ്സങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുമ്പ് കഴിഞ്ഞ സീസണിലൊക്കെ പ്രോഗ്രാമിൽ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ മൊത്തം വിഷമങ്ങൾ. എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, സ്ത്രീകളും കുട്ടികളും എല്ലാം നമ്മളൊരു കമ്മ്യൂണിറ്റി. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കും. എൻ്റെ ഉള്ളിൽ മാത്രം എന്തൊക്കെയോ തടസ്സങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ഒരു കൂട്ടത്തിൽ പോയാൽ പോലും ഉള്ളിൽ എന്തോ ഒരു, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷീൽഡ്, ഒരു തടസ്സം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്നൊക്കെ മാറി ഒന്ന് ഒന്ന് സമാധാനമാവാനും ഒന്ന് സന്തോഷപ്പെടാനും ഒക്കെ പറ്റിയത് ഈ ഒരു പ്രോഗ്രാം തന്നെയാണ്, EFT തന്നെയാണ്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. നമുക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. സാർ ഫസ്റ്റ് വന്നപ്പോഴും ഇപ്പൊ വന്നപ്പോഴും സാറിനെ കാണുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ട് മനസ്സിന്റെ ഉള്ളിൽ തന്നെ ചിരിക്കുന്നുണ്ട്. അത് അതിന്റെ ആ ഒരു ഡിഫറൻസ് കാണുന്നുണ്ട്. എനിവേസ് നല്ലൊരു ചേഞ്ച് ആണത്. പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വർത്ത് ആയിട്ടുണ്ട് അല്ലേ? അതിന്റെ ഉറപ്പായിട്ടും ഞാൻ അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്കാണ് ഞാൻ വിളിച്ചത്. പക്ഷെ എനിക്ക് കിട്ടുന്ന ഒരു അല്ലാണ്ട് എക്സ്ട്രാ എനിക്ക് കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെനിക്ക് എന്നെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത്. മുനവർ സാറിന്റെ ഒരു പ്രോഗ്രാം, ഹാജര മാമിന്റെ സേവേഴ്സ് മെത്തേഡ്. അപ്പൊ എനിക്ക് വേണ്ട സാധനങ്ങളാണ്. എനിക്ക് വേണ്ടത് എല്ലാവർക്കും എല്ലാം വേണ്ടല്ലോ. വേണ്ട സാധനങ്ങൾ ഇതിനകത്ത് നിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ മെഡിറ്റേഷന്റെ ആ ഒരു സംഭവം തന്നെ എന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ട്. മെഡിറ്റേഷൻ എന്താണ്, മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, മെഡിറ്റേഷന്റെ ഉപയോഗം എന്തിനാണ്, അതൊക്കെ ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെയുള്ള 2-3 പ്രോഗ്രാം എനിക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത അതിനേക്കാളും ഇതെനിക്ക് ബോണസ് ആയിട്ട് കിട്ടിയത് പോലെയാണ്. ആ ഒരു ഇതൊക്കെ എനിക്ക് ബോണസ് ആണ്. കാര്യം ഞാൻ ചെയ്ത പേയ്മെന്റിന് എനിക്ക് എക്സ്ട്രാ ബോണസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വൺ ടൈം പേയ്മെന്റിൽ എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കോഴ്സ് കഴിഞ്ഞ ബാച്ചിലായിരുന്നു ഞാനുള്ളത്. പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് എൻ്റെ ലൈഫിലും എൻ്റെ ബിസിനസിന്റെ കാര്യത്തിലും ഒക്കെ എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, പക്ഷെ അത് ലൈഫ് ലോങ് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഒരുപാട് കാര്യങ്ങൾ സാർ ഷെയർ ചെയ്തിട്ടുണ്ട്. സാറിന്റെ വിലപ്പെട്ട സമയം തന്നതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അപ്പം ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹായ്, ഗുഡ് മോർണിംഗ് റഫീഖ് സാർ. ഞാൻ രതിയാണ്. സാറിന്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഷെയറിങ് വളരെ ഇൻസ്പയർ ആണ്. ഞങ്ങളും ഇതുപോലൊക്കെ തന്നെയാ. പല പ്രാക്ടീസുകൾ മുടങ്ങുമ്പോഴും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. പിന്നീടും അതിൽ നിന്ന് റിക്കവർ ആവണം എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്തു തുടങ്ങുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ നമ്മളുടെ എന്താ പറയാ, ഈ ഒരു EFT കോഴ്സ് ലൈഫ് ലോങ് തന്നെയാണ്. ഇപ്പോഴും നമുക്ക് പല പല ക്ലാസ്സുകളും കിട്ടുന്നുണ്ട്. അതൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. EFTയിൽ വന്ന ആളുകൾക്ക് ശരിക്കും മറ്റുള്ള വ്യക്തികളിൽ നിന്നും വ്യത്യസ്തരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അത് വലിയൊരു ഗുണമാണ്. ഒരുപാട് ആളുകൾ ഇത് അറിയാനുണ്ട്. നമ്മളൊക്കെ ശരിക്കും ഭാഗ്യവാന്മാരാണ്. ഇങ്ങനൊരു കോഴ്സ്, ഇങ്ങനത്തെ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. അല്ലെങ്കിലൊക്കെ നമ്മൾ പല വഴികളിലും പോയി പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നേനെ. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ വില, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഇതൊന്നും ശരിക്കും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഇത്രയും ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം എഴുതുമ്പോൾ നമുക്ക് എണ്ണിയാൽ തീരണില്ല. അത്രയും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇവിടുത്തെ മെന്റേഴ്സ് പറയുമ്പോൾ, നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെയാണ് അറിയണത്. അപ്പോ ഇതൊക്കെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാനും എന്റെ സഹപ്രവർത്തകർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയുള്ള ആ ഒരു 199 രൂപയുടെ പ്രോഗ്രാമിലേക്ക്. കാരണം നമ്മൾ മാത്രം രക്ഷപ്പെട്ട പോരല്ലോ, മറ്റുള്ളവരും രക്ഷപ്പെടണം. നമ്മുടെ കൂടെ ഉള്ളവരും കൂടി നല്ല പോസിറ്റീവ് എനർജിയിൽ നിൽക്കുമ്പോൾ അത് വലിയൊരു ഗുണം തന്നെയാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് കിട്ടിയ നല്ല കാര്യം 10 പേരോട് ഷെയർ ചെയ്യുന്നത്. അപ്പോ ഓക്കെ, സാറിന്റെ ഈ ഒരു ഷെയറിങ് വളരെ നല്ലൊരു ഇൻസ്പയർ ആയിട്ട് തോന്നി. താങ്ക് യു റഫീഖ് സർ. താങ്ക് യു ഫെബിന മാഡം. താങ്ക് യു മാം. താങ്ക് യു രതി മാം. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് ഫീഡ്ബാക്കും ഞങ്ങൾക്കും പുതിയൊരു എനർജിയാണ് തരുന്നത്. സോ നിങ്ങളുടെ ഫീഡ്ബാക്സുകളൊക്കെ ഷെയർ ചെയ്യുക.
പിന്നെ മാം പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഇതറിയാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ചാലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാതെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇഷ്യൂ. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടിയ അറിവ് മാം പറഞ്ഞ പോലെ സ്വയം രക്ഷപ്പെടുക മാത്രമല്ല മറ്റുള്ളവർക്കും അത് സ്പ്രെഡ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ വെളിച്ചം മറ്റുള്ളവരിലേക്കും പടർത്തുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ എ വണ്ടർഫുൾ ഡേ ആൻഡ് താങ്ക് യു റഫീഖ് സർ. സ്പെഷ്യൽ താങ്ക്സ് ടു യു. രാവിലെ തന്നെ നല്ലൊരു പോസിറ്റീവ് ഇൻസ്പിറേഷൻ ആയിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഫുള്ള് കൊണ്ടുപോകാൻ സാധിച്ചു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയാണ്. എൻ്റെ വാക്കുകൾ ഇത്രയും ശ്രദ്ധയോടെ കേട്ടിരുന്നു. എല്ലാവർക്കും ഇനി ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്നുള്ളൊരു ആശംസ എല്ലാവർക്കും അറിയിക്കുകയാണ്. പിന്നെ ഓൾ ടീം മെമ്പേഴ്സിന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു മാം. Thank you, ma'am. Thank you and have a great day.